സിയോൺ ക്ലാസിക്സ് ടിവി ന്യൂസ് ടൈം. നമസ്കാരം. സിയോൺ ക്ലാസിക്സ് ടിവിയിലേക്ക് സ്വാഗതം. പരിശുദ്ധാത്മാവിന്റെ അപ്പോസ്തല വാഴ്ത്തപ്പെട്ട എലേന ഗുവേര വിശുദ്ധ പദവിയിലേക്ക്. റോം. പരിശുദ്ധാത്മാവിന്റെ അപ്പോസ്തല എന്നറിയപ്പെടുന്ന വാഴ്ത്തപ്പെട്ട സിസ്റ്റർ എലേന ഗുവേരയുടെ മധ്യസ്ഥതയിൽ നടന്ന അത്ഭുതം ഫ്രാൻസിസ് മാർപ്പാപ്പ അംഗീകരിച്ചതോടുകൂടി വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടാനുള്ള സാധ്യത തെളിഞ്ഞു. ലിയോ 13 മാർപ്പാപ്പയുടെ സുഹൃത്തും വിശുദ്ധ ജെമ്മ ഗൽഗനിയുടെ അധ്യാപികയുമായിരുന്ന എലേന ഗുവേര പരിശുദ്ധാത്മാവിനോടുള്ള ഭക്തിയുടെ പേരിലും ആത്മീയ എഴുത്തുകളുടെ പേരിലും ഏറെ പ്രശസ്തി ആർജിച്ചിരുന്നു. ഒബ്ലോറ്റസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന സന്യാസി സമൂഹത്തിന്റെ സ്ഥാപക കൂടിയാണ് സിസ്റ്റർ എലേന ഗൽഗാനി. 1835 ഇറ്റലിയിലെ ഒരു ഉന്നത കുടുംബത്തിലാണ് അവരുടെ ജനനം. കൗമാരപ്രായത്തിനു ശേഷം ഏറെനാൾ ഒരു മാരകരോഗം പിടിപെട്ട് എലേന രോഗക്കിടക്കയിലായിരുന്നു. ഈ നാളുകളിൽ വചനം പഠിക്കുവാനും സഭാപിതാക്കന്മാരുടെ എഴുത്തുകൾ വായിക്കുവാനുമുള്ള ഒരു അവസരമാക്കി അവർ മാറ്റി. രോഗസൗഖ്യം ലഭിച്ചതിനു ശേഷം പിതാവിനോടൊപ്പം റോമിലേക്ക് നടത്തിയ ഒരു തീർത്ഥാടനത്തിലാണ് തനിക്ക് സന്യാസ ജീവിതത്തിലേക്ക് വിളിയുണ്ടെന്ന് എലേന മനസ്സിലാക്കുന്നത്. 1870 ജൂൺ 23 9 പിയൂസ് മാർപ്പാപ്പയെ എലേന കണ്ടു. പാപ്പയെ നേരിൽ കണ്ടത് എലേനയെ ആഴത്തിൽ സ്പർശിക്കുകയും തിരിച്ചു നാട്ടിൽ എത്തിയതിനു ശേഷം മാർപ്പാപ്പയ്ക്ക് വേണ്ടി അവൾ തന്റെ ആത്മീയ ജീവിതത്തെ പ്രാർത്ഥനയാക്കി മാറ്റുകയും ചെയ്തു. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണമെന്ന് കത്തോലിക്ക വിശ്വാസികളോട് ആഹ്വാനം ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് 1895 1903 ഇടയിൽ നിരവധി കത്തുകളാണ് എലേന അന്നത്തെ മാർപ്പാപ്പയായിരുന്ന ലിയോ മാർപ്പാപ്പയ്ക്ക് അയച്ചത്. എലേന ഗുവേരയുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഇക്കാലയളവിൽ പരിശുദ്ധാത്മാവിനെ സംബന്ധിക്കുന്ന 3 രേഖകൾ പാപ്പ പ്രസിദ്ധീകരിച്ചു. ഇതിൽ ഒരെണ്ണം 1895 പെന്തക്കോസ്ത തിരുനാളിന് മുന്നോടിയായി പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എഴുതിയ കത്താണ്. വിദ്യാഭ്യാസത്തിനു വേണ്ടി സ്ഥാപിച്ച ഒരു സമൂഹമാണ് പിന്നീട് ഒബ്ലോറ്റസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന സന്യാസി സഭയായി മാറിയത്. 1914 ഏപ്രിൽ 11 എലേന നിത്യസമ്മാനത്തിനു വേണ്ടി വിളിക്കപ്പെടുന്നത്. 1959 ജോൺ 23 മാർപ്പാപ്പ സിസ്റ്റർ എലേന ഗുവേരയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. പരിശുദ്ധാത്മാവിന്റെ ആധുനിക കാല അപ്പോസ്തോല എന്ന വിശേഷണമാണ് നൽകിയത്. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.